ഹലോ, അപ്പോൾ അഗെയിൻ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾ തമ്മിൽ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഹൗ ടു ചൂസ് ദി റൈറ്റ് കൺട്രി ഫോർ എബ്രോഡ് MBBS. അപ്പോൾ നമ്മൾ എബ്രോഡ് MBBSന് എങ്ങനെയാണ് ശരിക്കും നമുക്ക് ആപ്റ്റായിട്ടുള്ള നമ്മുടെ റൈറ്റ് കൺട്രി ചൂസ് ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ വെൽക്കം ടു എബ്രോഡ് MBBS സീരീസ് പാർട്ട് 2. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ, അതായത് എബ്രോഡ് MBBS സീരീസ് പാർട്ട് 1 നമ്മൾ ഡിസ്കസ് ചെയ്തത് ഹൗ ടു ചൂസ് എ റൈറ്റ് ഏജൻസി എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി പോയി കണ്ടു നോക്കുക. ഞാനത് ഇവിടെ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് അല്ലെങ്കിൽ എൻ്റെ ചാനലിൽ തന്നെ പ്ലേലിസ്റ്റ് ഉണ്ടാവും, നിങ്ങൾക്ക് കയറി ചെക്ക് ചെയ്യാന്നുള്ളതാണ്. സോ ആ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി യൂസ്ഫുൾ ആവും. സോ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ എന്താണെന്നുള്ളത്. അപ്പോൾ നമ്മൾ ഈ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു ഏജൻസി ചൂസ് ചെയ്യുന്നത് ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ളൊരു സ്റ്റെപ്പാണ്, ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റെപ്പാണ്. അതുപോലെ തന്നെ ഭയങ്കര ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ്, ഒരു ഫൗണ്ടേഷൻ സ്റ്റെപ്പാണ് ഏത് കൺട്രി നമ്മൾ ചൂസ് ചെയ്യുന്നു എന്നുള്ളത്. കാരണം ഇപ്പോൾ പല കുട്ടികളും ഏജൻസി പറയുന്നത് കേട്ടിട്ട് ഒരു കൺട്രി ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ പെട്ടെന്ന് ഫീസ് കുറവാണ് എന്നുള്ളത് നോക്കിയിട്ട് ഒരു കൺട്രി ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ പറയുന്നത് കേട്ട് ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് അവിടെ പഠിക്കുന്നുണ്ട് അല്ലെങ്കിൽ അത് നല്ലതാണ് ജസ്റ്റ് ഒരു വീഡിയോയിൽ കൊണ്ട് അങ്ങനെ ചൂസ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഒരുപാട് രീതിയിൽ ഒരു കൺട്രി ചൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ശരിക്കും നമ്മളൊരു കൺട്രി ചൂസ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് വേറെ കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. സോ അതൊക്കെ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതായത് ഇപ്പോൾ ഒരു റൈറ്റ് കൺട്രി ചൂസ് ചെയ്യുക എന്നുള്ളത് നമ്മളുടെ ഫ്യൂച്ചറിനെ തന്നെ ഒരു ഫൗണ്ടേഷൻ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ നമ്മളൊരു ഡോക്ടർ, നമ്മളൊരു MBBS ഡിഗ്രി എടുക്കുന്നു, അതിൻ്റെ ഒരു ഫൗണ്ടേഷൻ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഒരു ശരിക്കും റൈറ്റ് ആയിട്ടുള്ള ഒരു കൺട്രി ചൂസ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഇത് നമ്മളിപ്പോൾ ചെയ്തത് നമ്മളൊരു റോങ് ഡിസിഷനാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ കരിയർ, നമ്മുടെ ടൈം, അതുപോലെ നമ്മുടെ മണി എല്ലാം ഹോൾ തിങ് വേസ്റ്റായി പോകും. സോ നേരത്തെ പറഞ്ഞ പോലെ ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണിത്. സോ അത്രയും ഇമ്പോർട്ടൻസോട് കൂടി തന്നെയാണ് നമ്മൾ ഏത് കൺട്രിയാന്നുള്ളത് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഇപ്പോൾ എബ്രോഡ് MBBSന് ബെസ്റ്റ് കൺട്രി ഏതാണ്, ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കൺട്രി ഏതാണ്. ശരിക്കും അങ്ങനെ നമുക്ക് ബെസ്റ്റ് കൺട്രി ആയിട്ട് ഒരെണ്ണത്തിന് നമുക്ക് എടുത്തു പറയാൻ പറ്റില്ല. എല്ലാ കൺട്രിക്കും അതിൻ്റെതായ പ്രോസും കോൺസും ഉണ്ട്. നമ്മുടെ റിക്വയർമെന്റ്സും നമ്മുടെ ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് നമുക്ക് പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കൺട്രി നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. നമുക്ക് ഇനി മെയിൻ പോയിന്റ്സിലോട്ട് കിടക്കാം. നമ്മളൊരു കൺട്രി സെലക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ബേസിക് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്തിട്ട് നമ്മൾ നോക്കേണ്ടത്. ഫസ്റ്റ് തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ NMC ആൻഡ് WHO അക്രഡിറ്റേഷൻസ്. അതായത് ഇപ്പോൾ നമ്മളൊരു കൺട്രി സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് അവിടെ ചെന്ന് പഠിച്ച് എന്തെങ്കിലും ഒരു ഡിഗ്രി എടുത്തു അതല്ലല്ലോ, നമുക്ക് തിരിച്ച് നമ്മൾ ഇന്ത്യയിലോട്ട് ചെന്ന് നമുക്ക് ലൈസൻസിങ് എക്സാം എഴുതി നമുക്ക് അവിടെ വർക്ക് ചെയ്യണം. അപ്പോൾ ആ ഒരു ഇതുള്ളത് കൊണ്ട് തന്നെ നമ്മൾ അങ്ങനെയുള്ള ഒരു കാര്യം നമുക്ക് ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു NMCയുടെ ഗൈഡ് ലൈൻസും കൂടെ നമ്മൾ ഫോളോ അപ്പ് ചെയ്തിട്ട് വേണം ഇപ്പോൾ എബ്രോഡ് MBBSൽ ഏതൊരു കാര്യമായാലും നമ്മൾ നോക്കാനായിട്ട്. അപ്പോൾ അതിൽ ഫസ്റ്റ് തിങ് ഈ പറയുന്ന പോലെ കൺട്രി സെലക്ഷൻ വരുമ്പോഴത്തേക്കും ഈ കൺട്രിയിലുള്ള യൂണിവേഴ്സിറ്റീസ്, മെയിൻ ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ നമ്മളിപ്പോൾ പോകാൻ ചാൻസ് ഉള്ള യൂണിവേഴ്സിറ്റി ഈ NMCയുടെ ഗൈഡ് ലൈൻസ് ഒക്കെ ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കണം. ഡെഫിനറ്റ്ലി ഒരുപാട് ഗൈഡ് ലൈൻസ് ഉണ്ട്. ഈ NMC എന്ന് പറയുന്നത് നാഷണൽ മെഡിക്കൽ കൗൺസിൽ ആണ്. സോ അവരാണ് ഈ ഗൈഡ് ലൈൻസ് കാര്യങ്ങളും എടുക്കുന്നത്. NMC കുറെ ഗൈഡ് ലൈൻസ് ഇറക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേറ്റ്സിന് തിരിച്ച് നാട്ടിൽ വരുമ്പോഴത്തേക്കും മിനിമം ഇത്ര കാര്യങ്ങൾ നിങ്ങൾ ഫോളോ അപ്പ് ചെയ്ത യൂണിവേഴ്സിറ്റീസിൽ പഠിച്ചാലേ നിങ്ങൾക്ക് ഇവിടെ വന്ന് തിരിച്ച് എക്സാം എഴുതാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവർ കുറെ ഗൈഡ് ലൈൻസും റൂൾസും കാര്യങ്ങളൊക്കെ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഞാൻ ഇൻഷാല്ലാ ഉടനെ ചെയ്യാം. ഇപ്പം ഞാൻ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ അവരുടെ ആ ഒരു ഗൈഡ് ലൈൻസ് നമ്മൾ ഈ എബ്രോഡ് MBBSലെ ഏതൊരു കാര്യത്തിലേക്ക് ചെല്ലുമ്പോഴായാലും ഈ ഒരു റൂൾസ് നമ്മൾ നോക്കിയിട്ട് വേണം ഫോളോ അപ്പ് ചെയ്യാനായിട്ട്. ഈ ഒരു റൂൾസ് നമ്മൾ ഫോളോ അപ്പ് ചെയ്യണം. NMCന്റെ റൂൾസ് നമ്മൾ ഫോളോ അപ്പ് ചെയ്യണം ഡെഫിനറ്റ്ലി. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു NMC, അതുപോലെ തന്നെ WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, ഇതിൻ്റെയും അക്രഡിറ്റേഷൻ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ NMCയുടെ ഗൈഡ് ലൈൻസിൻ്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാനിപ്പോൾ ഇതിൽ പറഞ്ഞുതരാം. 2021 NMCയുടെ ഗസറ്റിൻ്റെ റൂൾ അനുസരിച്ചിട്ട് നമ്മുടെ MBBS കോഴ്സ്, എൻറ്റയർ MBBS കോഴ്സ് പഠിപ്പിക്കുന്നത് ഇംഗ്ലീഷിലായിരിക്കണം. അതായത് മീഡിയം ഓഫ് ടീച്ചിങ് ഇംഗ്ലീഷ് ആയിരിക്കണം. വേറെ ലാംഗ്വേജ് ആണെങ്കിൽ അത് ഇൻവാലിഡ് ആയിരിക്കും ആ ഒരു ഡിഗ്രി. അപ്പോൾ മീഡിയം ഓഫ് ടീച്ചിങ് എൻറ്റയർ കോഴ്സും ഇംഗ്ലീഷ് തന്നെ ആയിരിക്കണം, അത് നിർബന്ധമാണ്. ബോത്ത് തിയറി ക്ലാസ് ആൻഡ് ക്ലിനിക്കൽ ട്രെയിനിങ്, തിയറിയും ക്ലിനിക്കലും സെയിം കൺട്രിയിൽ തന്നെ ഉണ്ടായിരിക്കണം. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ ഇന്റേൺഷിപ്പ് ഈ ഒരു കോഴ്സ് സ്ട്രക്ചറിൽ, അതായത് നമ്മുടെ ഇന്റേൺഷിപ്പ് വരുന്ന 1 year ഇന്റേൺഷിപ്പ് ഈ ഒരു കോഴ്സ് സ്ട്രക്ചറിൽ ഇൻക്ലൂഡഡ് ആയിരിക്കണം. അതുപോലെ കോഴ്സ് ഡ്യൂറേഷൻ കറക്റ്റ് 54 months തന്നെ ഉണ്ടാവണം എന്നുള്ളത് നിർബന്ധമാണ്. ഇപ്പം അതിൽ കുറവാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഡിഗ്രി നമ്മുടെ നാട്ടിൽ ഇന്ത്യയിൽ വാലിഡ് ആയിരിക്കത്തില്ല. സോ ഡെഫിനറ്റ്ലി ഈ ഒരു 54 months കോഴ്സ് ഉണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം.
അപ്പോൾ ഇങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. ഇതിപ്പോൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ എടുക്കുന്ന കൺട്രി, ആ കൺട്രിയിലെ യൂണിവേഴ്സിറ്റീസ് ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ ഡെഫിനറ്റ്ലി നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് FMG പാസ് പെർസെൻറ്റേജ്. നമ്മൾ പോകുന്ന കൺട്രി, അവിടെയുള്ള സ്റ്റുഡൻസ് ഓൾറെഡി പഠിച്ചിറങ്ങിയിട്ടുള്ള സ്റ്റുഡൻസ് FMG എക്സാം എഴുതിയിട്ടുണ്ടാവുമല്ലോ. സോ അതിൻ്റെ പാസ് പെർസെൻറ്റേജ് നോക്കിയിട്ട് നമുക്കൊരു കൺട്രി സെലക്ട് ചെയ്യാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ ഇപ്പോൾ ആ ഒരു കൺട്രിയുടെ FMG പാസ് പെർസെൻറ്റേജ് ഹൈ ആയിട്ടുള്ള ഒരു FMG പാസ് പെർസെൻറ്റേജ് ഉള്ളൊരു കൺട്രി നമുക്ക് സെലക്ട് ചെയ്യുവാണെങ്കിൽ ലൈക്ക് നമുക്കും ആ ഒരു വേ ഓഫ് FMG പാസ്സാവാനുള്ള പ്രോബബിലിറ്റി, അത് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം എങ്കിലും നമുക്ക് കുറച്ചുകൂടെ ഒരു ചാൻസ് കിട്ടും എന്നുള്ള ഒരു രീതിയിൽ നമുക്ക് കൺസിഡർ ചെയ്യാം. സോ FMG പാസ് പെർസെൻറ്റേജും നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അടുത്തത് ഒരു മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്, അതായത് ഭൂരിഭാഗം ആൾക്കാർ, അതായത് മോസ്റ്റ് ഓഫ് ദി സ്റ്റുഡൻസും ചെയ്യുന്ന ഒരു കാര്യം, നമ്മൾ കൺട്രി സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ മെയിൻലി ബഡ്ജറ്റ് നോക്കുന്നു. നമ്മുടെ കയ്യിലുള്ള ബഡ്ജറ്റ് എത്രയാണോ അതനുസരിച്ചിട്ട് നമ്മളൊരു കൺട്രി സെലക്ട് ചെയ്യുന്നു. അപ്പോൾ ഈ ബഡ്ജറ്റ് ഡെഫിനറ്റ്ലി നോക്കേണ്ട കാര്യം തന്നെയാണ്. നമ്മുടെ ബഡ്ജറ്റ് നോക്കിയിട്ട് നമ്മളൊരു കൺട്രി സെലക്ട് ചെയ്യാവൂ. ആൻഡ് അതിൽ നമ്മുടെ ട്യൂഷൻ ഫീ മാത്രമല്ല, നമ്മുടെ ഹോസ്റ്റൽ ഫീസ്, അതുപോലെ നമ്മുടെ ഫ്ലൈറ്റ് ടിക്കറ്റ്സ്, വിസ റിന്യൂവൽ, നമ്മുടെ അല്ലാത്ത ലിവിങ് എക്സ്പെൻസസ്, ഫുഡ് എല്ലാം കൂടെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു ബഡ്ജറ്റ് നിങ്ങൾ കൺസിഡർ ചെയ്യുക. അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഏത് കൺട്രിയാണ് മോർ സ്യൂട്ടബിൾ ആണെന്നുള്ളത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇതൊന്നും കൂടാതെ തന്നെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട വേറെ ചില കാര്യങ്ങളും കൂടെ ഉണ്ട്. നമ്മളിപ്പോൾ ഒരു 6 years അവിടെ നിൽക്കുന്ന, അല്ലെങ്കിൽ എത്രയാണോ നിങ്ങളുടെ കോഴ്സ് ഡ്യൂറേഷൻ അത്രയും നാൾ നമ്മൾ അവിടെ നിൽക്കുന്നതാണ്. നമ്മൾ ഡെഫിനറ്റ്ലി സേഫ്റ്റി കൺസിഡർ ചെയ്യണം, കൾച്ചർ, അതുപോലെ നമുക്ക് അവിടുത്തെ ക്ലൈമറ്റ്, ഇതൊക്കെ നമുക്ക് അഡാപ്റ്റ് ചെയ്ത് പോകാൻ പറ്റുന്നതാണോ, ഇതൊക്കെ നമ്മൾ ഡെഫിനറ്റ്ലി കൺസിഡർ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ആൻഡ് പിന്നെന്താ, ഈ മെയിൻലി സേഫ്റ്റി നോക്കണം. നമുക്ക് ആ ഒരു കൺട്രി എങ്ങനെയാണ്, അവിടുത്തെ അറ്റ്മോസ്ഫിയർ, കാര്യങ്ങളൊക്കെ നമുക്ക് അവിടുത്തെ സ്റ്റുഡൻസ്, പഠിക്കുന്ന സ്റ്റുഡൻസിനോട് തന്നെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. അപ്പോൾ ഈ സേഫ്റ്റി, കൾച്ചർ, ക്ലൈമറ്റ്, ഇങ്ങനത്തെ കാര്യങ്ങളും കൂടെയൊക്കെ കൺസിഡർ ചെയ്തിട്ടാണ് നമ്മളൊരു കൺട്രി ചൂസ് ചെയ്യാനായിട്ടുള്ളത്. അതുപോലെ സ്റ്റുഡൻറ് കമ്മ്യൂണിറ്റി, ഇപ്പോൾ ഇന്ത്യൻ സ്റ്റുഡൻറ് കമ്മ്യൂണിറ്റി അവിടെ ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഒരു കൺട്രി നമ്മൾ എടുക്കുമ്പോഴത്തേക്കും അവിടെ ഓൾറെഡി ഇന്ത്യൻ സ്റ്റുഡൻറ് കമ്മ്യൂണിറ്റി, അല്ലെങ്കിൽ കേരളത്തിലുള്ള തന്നെ സ്റ്റുഡൻസ് ഒരുപാട് പേരുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്കത് കുറേ കൂടെ ഹെൽപ്ഫുൾ ആയിരിക്കും. നമുക്ക് എന്തെങ്കിലും ഒരു ഇതുണ്ടായി ലൈക്ക് ആ ഒരു കമ്മ്യൂണിറ്റി വൈസ് വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരുപാട് ഹെൽപ്ഫുൾ, ഒരുപാട് കൺസിഡറേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് നമുക്ക് അതിലൂടെ കിട്ടും. അപ്പോൾ ഇങ്ങനത്തെ സ്റ്റുഡൻറ് കമ്മ്യൂണിറ്റി ഉള്ള കൺട്രി നോക്കി ചൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു വേ എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ NMC അക്രഡിറ്റേഷൻ്റെ കാര്യം പറഞ്ഞു. ആൻഡ് ബിയോണ്ട് ദാറ്റ് നമുക്ക് കുറച്ച് ഗ്ലോബൽ അക്രഡിറ്റേഷൻസും കൂടെ നോക്കേണ്ടതുണ്ട്. അതായത് ഇപ്പോൾ നമുക്ക് WHO, ECFMG, WFME ഇതുപോലത്തെ അക്രഡിറ്റേഷൻസ് നമ്മൾ എടുക്കുന്ന യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടോ എന്നുള്ളത് ഡെഫിനറ്റ്ലി ചെക്ക് ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ നമ്മൾ നേരത്തെ ഈ മീഡിയം ഓഫ് ടീച്ചിങ് ഡെഫിനറ്റ്ലി ഇംഗ്ലീഷ് തന്നെ ആയിരിക്കണം, അത് NMCയുടെ റൂളാണ്, അത് കമ്പൽസറി ആണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ നമ്മളിപ്പോൾ ഒരു കൺട്രി നോക്കുകയാണ്, ഒരു യൂണിവേഴ്സിറ്റി നോക്കുകയാണ്, അപ്പോൾ അതിൽ ചിലപ്പോൾ ഇംഗ്ലീഷ് തന്നെയാണ് മീഡിയം ഓഫ് ടീച്ചിങ് എന്ന് കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതങ്ങനെ തന്നെ ആയിരിക്കണം റിയാലിറ്റി എന്നില്ല. ബിക്കോസ് ഇപ്പം നമ്മൾ എല്ലാം ഒന്നും ഇല്ലെങ്കിലും എന്തിലെങ്കിലും ചെറിയ ഡിഫറൻസോ കാര്യങ്ങളോ ഒക്കെ വരുന്നുണ്ടാവാം. ഞാൻ ഈ ഒരു ഇതിൽ വരുന്ന ടൈമിൽ വേറൊരു കൺട്രി നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ കൺട്രി നോക്കി വന്ന സമയത്ത് കംപ്ലീറ്റ്ലി അതിനെ ഞാൻ മാറ്റാനുള്ളൊരു റീസണേ ഈ ഒരു ലാംഗ്വേജ് മീഡിയം ഓഫ് ടീച്ചിങ് ആണ്. ബിക്കോസ് ഞാൻ അവിടെ പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ്റിനോട് ചോദിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ലൈക്ക് ഇപ്പോൾ അവർ പറയുന്നുണ്ടാവുക, ഏജൻസിക്കാരായാലും പറയുന്നുണ്ടാവുക മീഡിയം ഓഫ് ടീച്ചിങ് ഒക്കെ ഇംഗ്ലീഷാണ്. പക്ഷേ അവിടെ പഠിക്കുന്ന പ്രൊഫസേഴ്സിന് ഈ ഇംഗ്ലീഷ് അറിയണം എന്ന് യാതൊരുവിധ നിർബന്ധവും ഇല്ല. അപ്പോൾ ഈ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു കോർ സബ്ജക്റ്റ് തന്നെ അവിടുത്തെ ലോക്കൽ ലാംഗ്വേജിൽ പഠിപ്പിച്ചു എന്നുള്ളൊരു കാര്യം എൻ്റെ അടുത്ത് ഒരു സ്റ്റുഡൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ട് എനിക്ക് എപ്പോഴും ഇങ്ങനെ ആയിപ്പോയി. കാരണം നമ്മൾ പുറമെ നിന്ന് നോക്കുമ്പോൾ എന്താ പറയുന്നത്, മീഡിയം ഓഫ് ടീച്ചിങ് ഒക്കെ ഇംഗ്ലീഷാണ്, എല്ലാം പക്കയാണ്, സെറ്റാവുന്നതാണ്. പക്ഷേ ഇങ്ങനെ ഒരു കാര്യം ഇടയ്ക്ക് വരുന്നുണ്ടാവാം. സോ അതുകൂടെ നമ്മൾ പറഞ്ഞ പോലെ സ്റ്റുഡൻസിനോടൊക്കെ ചോദിച്ച് ഏറ്റവും ക്ലാരിഫൈ ചെയ്ത ശേഷം മാത്രം നിങ്ങൾ സെലക്ട് ചെയ്യാനായിട്ട് നോക്കുക. ഡെഫിനറ്റ്ലി ഇപ്പം നമ്മൾ മെയിൻ സബ്ജക്ട്സ് ഒക്കെ നമുക്ക് എന്താ പറയുക, ഇംഗ്ലീഷിൽ അല്ല, നമ്മൾ ലോക്കൽ ലാംഗ്വേജസ് പഠിപ്പിച്ചാൽ നമുക്ക് എന്തായാലും ഒന്നും മനസ്സിലാവത്തില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഡെഫിനറ്റ്ലി നമുക്ക് എക്സാമും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് കുറെ കൂടിയൊക്കെ ഡിഫിക്കൽട്ടായിരിക്കും. അപ്പോൾ ഈ ഒരു ഇത് NMCയുടെ റൂൾസിൽ നിന്ന് അല്ലാതെ തന്നെ നമ്മൾ തന്നെ ക്ലാരിഫൈ ചെയ്യേണ്ട ഒരു സംഭവമാണ് ലാംഗ്വേജിൻ്റെ കാര്യം. ആൻഡ് അതുപോലെ തന്നെ പ്രീ ക്ലിനിക്കൽസിൽ മാത്രമല്ല ക്ലിനിക്കൽസിലായാലും ഇംഗ്ലീഷിൽ തന്നെയാണ് കാര്യങ്ങളിൽ നിന്നൊക്കെ ഉള്ളത് നിങ്ങൾ ഉറപ്പുവരുത്തുക. ഒരു കൺട്രി സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ അവിടുത്തെ ഡ്രോപ്പ് ഔട്ട് ആൻഡ് ട്രാൻസ്ഫർ റേറ്റ്സ് നോക്കുക. നിങ്ങൾ മുമ്പ് പഠിച്ചിരുന്ന സ്റ്റുഡൻസ്, അതായത് ഫസ്റ്റ് ഇയർ കഴിഞ്ഞ അല്ലെങ്കിൽ ഒരു ഇയർ കഴിഞ്ഞ സ്റ്റുഡൻസിൻ്റെ അവർ എത്ര പേര് ഡ്രോപ്പ് ഔട്ട് ചെയ്ത് പോകുന്നുണ്ട്, എത്ര പേര് ട്രാൻസ്ഫർ ചെയ്ത് പോകുന്നുണ്ടെന്ന് നിങ്ങൾ നോക്കുക. അപ്പോൾ ഈ ട്രാൻസ്ഫർ റേറ്റ് കൂടുതലാണെങ്കിൽ അവിടുത്തെ ടീച്ചിങ് വളരെ മോശമാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം അതിന് തന്നെ. സോ ഈ ഒരു ട്രാൻസ്ഫർ അല്ലെങ്കിൽ ഡ്രോപ്പ് ഔട്ട് റേറ്റും കൂടി ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾ നോക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എത്രത്തോളം അക്കാഡമിക് സപ്പോർട്ട് തരുന്നുണ്ടെന്ന് നോക്കുക. നമുക്ക് ഓരോ കാര്യങ്ങളും ഇപ്പം നമുക്ക് ഒരു ഡിഫറെൻറ്റ് കൺട്രിയിൽ നിന്ന് നമ്മൾ പോയി പഠിക്കുന്ന ടൈമിൽ നമുക്ക് ഒരുപാട് പ്രോബ്ലംസ്
അപ്പോൾ നമ്മൾ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പുതിയൊരു കൺട്രിയിൽ പോയി പഠിക്കുമ്പോൾ നമുക്ക് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാവും. സോ അതനുസരിച്ചിട്ട് ആ ഒരു കൺട്രി അല്ലെങ്കിൽ നമുക്ക് സപ്പോർട്ട് തരുന്നുണ്ടോ, ഒരു അക്കാഡമിക് സപ്പോർട്ട് തരുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ആൻഡ് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ എല്ലാം തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്ക് നമ്മുടെ ഫ്യൂച്ചർ മാപ്പിങ്ങും കൂടെ കൺസിഡർ ചെയ്യാം. ബിക്കോസ് ഇപ്പോൾ നമ്മൾ ഇത് കഴിഞ്ഞാലും നമ്മൾ ഏത് കൺട്രിയിലോട്ട് പോകണം, ഇപ്പോൾ നമ്മൾ എബ്രോഡ് MBBS കഴിഞ്ഞു, ഒരു കൺട്രിയിൽ നമ്മൾ ആ ഒരു ഡിഗ്രി എടുത്ത് കഴിഞ്ഞാലും വേറെ ഏത് കൺട്രിയിലോട്ട് പോകണമെങ്കിലും ലൈസൻസിങ് എക്സാംസ് എഴുതണം. ഇപ്പോൾ ഇവൻ ഇന്ത്യയിലായാലും വേറെ ഏത് കൺട്രിയിലായാലും ഇപ്പോൾ നമുക്ക് USMLE, പ്ലാബ് അങ്ങനത്തെ ഒരുപാട് എക്സാംസ് ഉണ്ട്. സോ ഇതിനെയൊക്കെ ബേസ് ചെയ്തിട്ടും നമുക്കൊരു സപ്പോർട്ട് തരുന്നുണ്ടോ, അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള ട്രെയിനിങ്ങും കൂടെ ഒക്കെ കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ബെറ്റർ. അതും കൂടെയൊക്കെ കൺസിഡർ ചെയ്തിട്ട് എടുക്കുവാണെങ്കിൽ നമുക്ക് കംപ്ലീറ്റ്ലി കുറച്ചും കൂടെയൊക്കെ ഡെവലപ്പ് ചെയ്തിട്ട് നമുക്ക് പോകാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഒരു കൺട്രി സെലക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് മെയിൻലി ശ്രദ്ധിക്കേണ്ടതെന്നുള്ള ഓൾമോസ്റ്റ് മെയിൻ ആയിട്ടുള്ള എല്ലാ വാല്യുബിൾ പോയിന്റ്സും നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. ആൻഡ് എന്താ പറയുക, ഇതൊക്കെയാണ് മെയിനായിട്ട് ശ്രദ്ധിക്കാനുള്ളത്. ഇതൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓൾമോസ്റ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റാക്കി എടുക്കാം. ആൻഡ് അപ്പോൾ അടുത്ത വീഡിയോ, അതായത് അടുത്ത എബ്രോഡ് MBBS സീരീസിൻ്റെ പാർട്ട് 3 ആയിട്ട് ഞാൻ ഉടനെ ഇൻഷാല്ലാ വരാം. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയാൽ ഡെഫിനറ്റ്ലി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഞാൻ എൻ്റെ Instagram ID സ്ക്രീനിൽ കൊടുത്തേക്കാം. സോ സ്റ്റേ ട്യൂൺ ഫോർ ദി നെക്സ്റ്റ് വീഡിയോ.